ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് പറഞ്ഞാൽ കുക്കിംഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സൺഡേ ആണ് വീഡിയോ എടുത്തത്. അപ്പോൾ ഇതിൽ വോയിസ് കൊടുക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. കാരണം ഇന്നലെ എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടും വോയിസിനൊന്നും ഒരു ഉഷാറില്ലാത്തത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി നായറിൻ്റെ ഒരു വീഡിയോ കണ്ടു, കുക്കിങ്ങാണ്. അപ്പോൾ അവൻ്റെ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതുപോലെ ഒന്ന് ഉണ്ടാക്കണം എന്ന്. 2 ദിവസമായി കണ്ടിട്ട്. അപ്പോൾ ഞാനത് ഇന്നലെ ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തീരെ വയ്യായിരുന്നു. പക്ഷെ ഇന്നലെ ഞാനത് ഉണ്ടാക്കി. കാരണം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. അത് എത്ര വയ്യെങ്കിലും ഞാൻ തന്നെ ഉണ്ടാക്കണം. ഞാൻ ആ ഭക്ഷണം ഉണ്ടാക്കിയാലേ 4 വയർ കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവർ ഭക്ഷണം കിടക്കും. കഞ്ഞിയാണെങ്കിൽ ചെറുപയറാണെങ്കിൽ എന്താണെങ്കിൽ അത് ഉണ്ടാക്കണം. അപ്പോൾ സൺഡേ കഞ്ഞിയും ചെറുപയറും ഉച്ചയ്ക്കായിരുന്നു, തീരെ വയ്യാത്തത് കൊണ്ട്. പക്ഷേ രാവിലെ ഞാൻ എന്തായാലും അവർക്ക് ബൂരിയും പൊട്ടാറ്റോ സബ്ജി മസാല, അതാണ് അതിൻ്റെ പേര്, എളുപ്പത്തിൽ ബൂരി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി. അപ്പം എന്നാൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ അത് ഇക്കാക്കും കുട്ടികൾക്ക് കൊടുത്തതും പിന്നെ അന്ന് എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വ്ളോഗായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ഈ ചെറിയൊരു ഫാമിലിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീൻസ് ഉണ്ട്, ബീൻസ് അതിലില്ല, പക്ഷെ ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഓരോ സ്പൂണ്, 2 പച്ചമുളക്, 1.5 വലിയുള്ളി, പിന്നെ ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മൈദ, ഇവിടെ മൈദയും റെഡിയാണ്. അപ്പോൾ നമുക്കൊരു സ്പീഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. കപ്പിലാണ് ഞാൻ അളവ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കപ്പ് വെള്ളത്തിൽ 2 കപ്പ് മൈദയാണ് ഇടാൻ പോകുന്നത്. ഈ വെള്ളം തിളപ്പിക്കണം. ഇത് തിളയ്ക്കുമ്പോൾ നമുക്ക് 2 കപ്പ് മൈദപ്പൊടി ഇടണം. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ഇടാം. ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായി ഇളക്കിയെടുക്കാം. നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. അപ്പം അവിടെ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുന്നുണ്ട്. കടുകിടാം. കുറച്ച് കാല് വെന്തിട്ടുണ്ട്. 2 ഉണക്കമുളക്, കായപ്പൊടി 1/4 ടീസ്പൂൺ, കറുവേപ്പില വലിക്കാൻ പോകണം. ഇവിടെ ഉള്ള കറുവേപ്പില നമ്മുടെ സ്വന്തം കറുവേപ്പില കാണിച്ചു തരാം കേസ്. നായിക്കുട്ടി എൻ്റെ കൈപ്പക്ക ഒന്ന് വലിച്ചുകൂടാ, ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൈപ്പക്ക കറുവേപ്പില ചെടിയിലാണ് ഈ കൈപ്പക്ക ഇങ്ങനെ വരുന്നത്. കറുവേപ്പില വലിക്കാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ഞാൻ എടുത്തതാട്ടോ. അപ്പം നമ്മൾ കറിവേപ്പിലും ഇഞ്ചി ഇട്ടു. പിന്നെ ഇതാ വെളുത്തുള്ളി ഇടുന്നുണ്ട്.
പിന്നെ ഞാൻ പച്ചമുളക്, ഇനി വെളുത്തുള്ളി ഇടാം. ഇതിലേക്ക് ബീൻസ് ഇടാം. ക്യാരറ്റ്, ബീൻസ് ഇടാം. ക്യാരറ്റ് ഇടുന്നുണ്ട്. പാകത്തിന് ഉപ്പിടാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല പ്രശ്നം കേസ് ഇതായിട്ട് വേണ്ട കഴിക്കാൻ. അപ്പം അതുപോലെ എന്തെങ്കിലും വായിൽ ഇപ്പം ക്യാരറ്റാണെന്ന് തോന്നണം. മഞ്ഞപ്പൊടി ഇടാം 1/4 ടീസ്പൂൺ. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ 1/2 ടീസ്പൂൺ അടുത്തിടണം മുളക് പൊടി. എരിവ് കുട്ടികൾക്ക് പാടില്ല. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതിന് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് ഇടാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ഇടാം. ചെറിയ ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇടാം. നമ്മളെല്ലാ പൊടികളും ചേർത്ത ശേഷം 2 തക്കാളി കൂടി ഇടണം. അപ്പോൾ എനിക്ക് മറന്നുപോയി. അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച ശേഷം എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് ഞാൻ തനിയെ അത് ഓയിലിട്ട് നന്നായി വാട്ടിയെടുത്ത് ഉടച്ചെടുത്തിട്ടാണ് ഇട്ടത്. എന്നിട്ട് ഒന്നുകൂടി തിളപ്പിക്കുക ചെയ്ത്. അപ്പോൾ നിങ്ങൾ മറക്കണ്ട കേട്ടോ. നോക്കാം. കുറച്ച് ഉപ്പ് കുറവ് തോന്നുന്നു. ലേശം നമുക്ക് വിസിലിടാം. ആദ്യം ഒരു വിസില്, ഫസ്റ്റ് ഫുൾ വിസില്, പിന്നെ കുറച്ചിട്ട് 2 വിസില് എന്നാണ് ഇത് പറയുന്നത്. നന്നായി അവിടെ ആവട്ടെ. നമ്മുടെ മൈദ ഉണ്ടല്ലോ, നല്ല മൈദ. അപ്പം ഇതിനെ കുഴച്ചിട്ട് വരാം. അപ്പം ചൂട് പോയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ വെള്ളം പോരാ കേട്ടോ. 2 കപ്പിന് 1 കപ്പ് വെള്ളം പോരാ. അപ്പം നമുക്ക് കുറച്ച് വെള്ളം തെളിച്ചിട്ട് അതിനെ നമുക്ക് കുഴച്ചെടുക്കാം. ഞാനൊരു 5 ഉരുളയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് സമൂസ വയ്യ. അല്ല ഇന്ന് എന്താണെന്ന് അറിയില്ല കുട്ടി, തീരെ വയ്യ. അപ്പൊ നമ്മുടെ വെജിറ്റബിൾ വിസിൽ വന്നിട്ടായിട്ടുണ്ട്. അതെ, വെജിറ്റബിൾ കറി
അത് ആയിട്ടില്ല. അപ്പം നമ്മൾ കടലമാവാണ് 1 സ്പൂൺ 1.5 സ്പൂൺ ഇട്ടിട്ടൊന്ന് ചൂടാക്കി ഇടേണ്ടത്. നമ്മൾക്ക് കടലമാവ് ഇല്ലാത്തതുകൊണ്ട് ആരോഗ്യ മിക്സ് തന്നെയാണ്. ഇതിൽ നിലക്കടല ഉണ്ട്, നിലക്കടല, ഗോതമ്പ്, ചോളം, സോയാചാങ് ഇതൊക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് 2 സ്പൂണ് ഇതിലിട്ടിട്ട് ചൂടാക്കാം. 2 സ്പൂണൊന്നുമില്ല, 1 സ്പൂൺ. കരിയണ്ട ഗൈസ്, ഞാൻ ചൂടായി കരിയ മുമ്പ് ഇട്ടിട്ട് ജസ്റ്റ് ചൂടാക്കിയിട്ടുണ്ട്. നല്ല കറിയുടെ ഇതൊഴിക്കുന്നത് കുറുക്കം കിട്ടാനാണ് കറി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വിടാം. നമ്മുടെ കറി ഇതാ കുറുകി. കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ഇങ്ങനെ വാട്ടിയിട്ടിടാം. അതിൻ്റെ ഓയിൽ കുറവാണ്, ബൂരിക്കില്ല ഒന്നും. വേണോ ചോദിച്ചു, അപ്പോൾ വേണ്ട ഞാൻ അതല്ലേ ചോദിച്ചു. അപ്പോൾ ഞാൻ തക്കാളി ഇടാൻ മറന്നു ഗൈസ്. 2 തക്കാളി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാൻ മറന്നു എനിക്ക്. അപ്പം ഞാനിത് തനിയെ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ നന്നായി വാട്ടി എടുക്കുന്നു. വന്നോ, എന്തായി? നന്നായി വാട്ടി എടുത്തിട്ട് വരാം. എന്തായി? പരീക്ഷയാണ് അവർക്ക് എഴുതിയാ? ഒരേ കരച്ചിലായിരുന്നു മദ്രസയിൽ പോവില്ല പറഞ്ഞിട്ട്. എന്താ പരീക്ഷ പേപ്പർ കിട്ടിയായി? 80-46 ഇതിനാണ് കരഞ്ഞത്. പരീക്ഷയ്ക്ക് പോയില്ല കൊണ്ട് ഒരേ കരച്ചിലായിരുന്നു. പോയിട്ട് 80-46 കിട്ടി. എന്താ അറിയോ, എല്ലാം ശരിയാണ്. ഇതില് ഒന്ന് പറഞ്ഞില്ല മാത്രമേ, ഇതിലാണ് കൂടുതൽ മാർക്കുള്ളത്. ഇത് പറഞ്ഞില്ലെന്നുള്ളൂ തന്നെ. അത് ഞാൻ പഠിപ്പിച്ചൊന്നുണ്ടല്ലോ, എന്താ പറഞ്ഞില്ല. തക്കാളി 2 തക്കാളി ഞാനിതങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ലേശം എണ്ണയിൽ ഉപ്പിട്ടിട്ട് എനിക്ക് മറന്നതാണ് അത്. അപ്പം ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് 2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. എന്തോ കുറേ തോന്നി എനിക്ക്. അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഒന്നും കാണാമല്ലോ വിചാരിച്ച് കറിക്ക്. ഇതൊന്ന് നന്നായി തിളക്കട്ടെ, പിന്നെ ടേസ്റ്റ് അറിയട്ടെ. അപ്പം എങ്ങനെയുണ്ട് നോക്കാം. മല്ലിയില ഇട്ടിട്ടുണ്ട്. നമ്മളിതാ മൈദ പരത്തിയെടുക്കുന്നുണ്ട്. ഓയിലൊന്നും പൊടിയോ ഓയിലൊന്നും ചേർത്താണ്ടാണ് നമ്മളിങ്ങനെ പരത്തിയെടുക്കുന്നത് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തിരിക്കരുത്. ഓക്കെ, ഇതിലേക്ക് കാണിക്കും. ഇത്തിരി ഓക്കെ, 3 മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മളിതാ അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ടൈം എടുക്കും. അപ്പം എൻ്റെ എളുപ്പപ്പണി ഇതാണ്. എനിക്ക് അവർ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് മാവില്ല, പിന്നെ ഇട്ടാൽ ഇതാവുമ്പോൾ ഇങ്ങനെ ഇടാം. ചന്തം കുറവായിരിക്കും.
പക്ഷെ പൂരിയാവും. അതിൽ ഓയിലോ പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. ഷേപ്പ് ചമത്തിൽ വരില്ല എന്നുള്ളൂ. പിന്നെ അത് ഫുള്ള് ചൂടൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇവിടെ ഇത് കാണണ്ട, കട്ടൻ ചായ അവിടെ തളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇതിലിടാനാണ്. അമ്മയൊക്കെ ഇടും. ഫൈസേ വേണ്ട പാച്ചൂട്ടി, ഞാൻ എടുക്കാം. എന്തി കുട്ടി പറഞ്ഞപ്പോ ചാറൊക്കെ തട്ടിയിട്ടെന്ന് തോന്നുന്നു. അത് അപ്പൊ എണ്ണ കുറച്ചുണ്ടായിരുന്നു, ഇപ്പൊ എണ്ണ കുറഞ്ഞു. നമ്മൾ ഫൈനലി ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് രാവിലെ സമൂസ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ കട്ടൻ ചായ റെഡിയാണ്. നമ്മുടെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവർ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. വരൂ വേഗം വന്നിരിക്കൂ. സാരീഷാണെങ്കിൽ ഓയിൽ വാങ്ങാൻ വിട്ടു, തകില വെച്ചിട്ട് നോക്കണം. നമുക്ക് ആ ഓയിലിൽ പൊരിച്ചെടുക്കാൻ പറ്റി. ഇവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുമ്പോഴാണ് ശരി. ഓക്കെ, സനങ്ക കറി ഒഴിച്ച് കഴിക്കും. നോക്ക്, കട്ടൻ ചായ തട്ടി വിടണ്ട ഒരു കട്ടൻ ചായ. കറി ടേസ്റ്റ് നോക്കൂ. നമ്മൾ തക്കാളി ഇടാൻ മറന്നിട്ട് ഞാൻ വാട്ടി. സബ്ജി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് പേര് മറന്നു. ചൂടുണ്ടാ? എങ്ങനെയുണ്ട്? അങ്ങനെ കഴിക്കാൻ പാടില്ല. ഒഴിച്ചിട്ട് കഴിക്ക്. നന്നായിണ്ടാ? നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ക്യാരറ്റും ബീൻസ് ഇട്ടിട്ടുണ്ട് എക്സ്ട്രാ. ഇതിന് നന്നായി ടേസ്റ്റ് നന്നായിട്ടുണ്ട് സബ്ജി. ഇത് നാസ്റ്റിക് നന്നായി കറി കൂട്ടി കഴിക്കാൻ. ഇപ്പൊ സൺഡേ സ്പെഷ്യൽ ഇതൊക്കെയാണ്. അല്ല, എൻ്റെ മകൻ വന്നു ഓയിൽ വാങ്ങാൻ വിട്ടപ്പോ ഇവിടെ എനിക്കൊരു കളിയുണ്ട്. ഞാൻ പൊട്ടപ്പ കഴിക്ക്. അവര് കുറെ വിളിച്ചു. ഞാൻ ഓയിൽ കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. ജേഴ്സി ബൂട്ടൊക്കെ അവര് വരാൻ പറഞ്ഞു. എന്താ FC ഗ്രൗണ്ടിൻ്റെ അവിടെ. ഇപ്പൊ കളി വരാൻ വാട നമ്മൾ തോറ്റി നിൽക്കണം, കളിക്കാൻ വരാൻ. ഞാൻ ഇപ്പൊ വരാം. പോകും, ടൈമില്ല. ഞാൻ എന്താ ടേസ്റ്റ് നോക്കിയിട്ട് പറയട്ടോ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. കറി നന്നായിട്ടുണ്ട്, ഭൂരി നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മള് എന്തായാലും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ.